ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള വേരിയബിൾ ബ്ലോക്ക് അലോക്കേഷൻ ഇൻ ഡൈനാമിക് സ്റ്റോറേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് എന്താണെന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമെറിക്കൽസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ there are 4 strategies of variable block allocation in dynamic storage management. They are first fit, next fit, best fit and worst fit. So ആദ്യമേ first fit. In the first fit algorithm, the allocation keeps a list of free blocks and in receiving a request for memory scans along the list for the first block that is large enough to satisfy the request of the chosen block. If the chosen block is significantly larger than the requested, then it is usually split and the remainder is added to the list as another free block. This is the simplest of all the storage allocation strategy. So first fit എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജി. ഫസ്റ്റ് ഫിറ്റിൽ നമ്മൾ മെമ്മറിയിൽ നമ്മൾ ഫ്രീ ബ്ലോക്സിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ച് ഇപ്പം നമ്മളുടെ റിക്വസ്റ്റ് ഇപ്പം സപ്പോസ് ഒരു 20K ആണെന്ന് വെച്ചോ. അപ്പം ആ റിക്വസ്റ്റിനനുസരിച്ച് നമ്മൾ മെമ്മറിയിൽ ഫ്രീ ബ്ലോക്സിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് മെമ്മറിയിൽ കാണുന്ന ഫസ്റ്റ് ഫ്രീ ബ്ലോക്ക് ദാറ്റ് ഇസ് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് ദ 20K സൈസ് മെമ്മറി, ആ ഒരു റിക്വസ്റ്റ് അത്രയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഫസ്റ്റ് നമ്മൾ മെമ്മറിയിൽ സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഏത് ഫ്രീ ബ്ലോക്കാണോ ഉള്ളത് ഈ 20K അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ 20K അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിയിലേക്ക് നമ്മളുടെ 20K എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രീ ബ്ലോക്ക് ബാക്കി റിമൈൻഡർ ആ 20K വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യമേ ഒരു 30Kയുടെ ഒരു ബ്ലോക്ക് മെമ്മറിയിൽ നമ്മൾ കണ്ടുവെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് ആ 20K റിക്വസ്റ്റ്, റൈറ്റ്? സോ നമ്മൾ ആദ്യമേ 20K നമ്മൾ ആ സ്പേസിലേക്ക് വെച്ചിട്ട് ബാക്കി 10K എന്ന് പറയുന്ന ഫ്രീ ബ്ലോക്കായിട്ട് ഇടും. അതാണ് നമ്മൾ ഫസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. മെമ്മറിയിൽ ഫ്രീ ബ്ലോക്സിന് സ്കാൻ ചെയ്യും നമ്മൾ റിക്വസ്റ്റ് വരുന്നതനുസരിച്ച്. അപ്പോൾ ആ റിക്വസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് വരുന്ന ഫ്രീ ബ്ലോക്ക് ഏതാണെന്ന് നോക്കുക, അതിലേക്ക് നമ്മളുടെ റിക്വസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഫിറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ബ്ലോക്ക് ഓഫ് സൈസ് 2K, if the first fit strategy finds a block of 7K, then after retaining a storage block of size 5K, 2K will be sent to the caller. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളിപ്പം മെമ്മറിയിൽ സ്കാൻ, നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് 2K ആയിരുന്നു. മെമ്മറിയിൽ സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് 7K സൈസുള്ള ഒരു ഫ്രീ ബ്ലോക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ 2K നമ്മൾ ആ 7K ബ്ലോക്കിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് ബാക്കി 5K റിമൈൻഡർ എന്തായിരിക്കും ഫ്രീ ബ്ലോക്കായിട്ട് വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫിറ്റ് ആണ്. അപ്പം ദി അലോക്കേഷൻ പോളിസി ദാറ്റ് ഓൾവേസ് അലോക്കേറ്റ്സ് ഫ്രം ദ സ്മോളസ്റ്റ് സ്യൂട്ടബിൾ ഫ്രീ ബ്ലോക്സ്. ദ ബെസ്റ്റ് ഫിറ്റ് പോളിസി സേസ് ദാറ്റ് ടു ഫുൾഫിൽ എ മെമ്മറി അലോക്കേഷൻ റിക്വസ്റ്റ് ഓഫ് P paths, it scans the memory and finds the best fit of the free paths for the requested size instead of just returning the first path that is found being larger or equal to the P in size. It by doing try to avoid the internal fragmentation problem. It simply scans the memory and find the best fits. So best ഫിറ്റിൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫിറ്റിൽ ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബെസ്റ്റ് ഫിറ്റിൽ ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് സ്യൂട്ടബിൾ ഫ്രീ ബ്ലോക്കിൽ, അതായത് ഇപ്പം 2K വരുന്നു, നമ്മൾ മെമ്മറിയിൽ സ്കാൻ ചെയ്തപ്പോൾ ഒരു 7K ഉണ്ട്, 3K ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓബ്വിയസ്ലി എവിടെ ആയിരിക്കും വെക്കാൻ നോക്കുന്നത്? ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ വെച്ചിട്ട് നമ്മൾ ആ 3Kയിലായിരിക്കും വെക്കാൻ തോന്നുന്നത്. നമ്മൾ സ്മോളസ്റ്റ് അവൈലബിൾ ബ്ലോക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് ആ സൈസിന് നമുക്ക് വെച്ച് കഴിയുമ്പോൾ മിനിമം ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുന്ന രീതിയിൽ. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ വന്നപ്പോൾ 2K 3Kയിൽ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റിമൈനിങ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുന്നത് എത്ര? 1K ആയിരിക്കും. 7Kയിൽ വെച്ച് കഴിഞ്ഞാൽ 5K ആയിരിക്കും. അങ്ങനെ മിനിമം ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുന്ന രീതിയിൽ നമ്മൾ ബ്ലോക്കിനെ പ്ലേസ് ചെയ്യുക മെമ്മറിയിൽ. അതാണ് ബെസ്റ്റ് ഫിറ്റിൽ ചെയ്യുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എ റിക്വസ്റ്റഡ് ബ്ലോക്ക് ഓഫ് സൈസ് 2K, ഇഫ് ദ ലിസ്റ്റ് കണ്ടെയ്ൻ ദ ബ്ലോക്ക് ഓഫ് സൈസ് 1K, 3K, 7K, 2.5K and 5K, then it will be, so we'll place the size, the 2K സൈസാണ് നമുക്ക് വന്നേക്കുന്ന റിക്വസ്റ്റ്. സോ വിൽ പ്ലേസ് ഇറ്റ് ഇൻ 2.5K ബ്ലോക്ക്.
Okay, so from this block, after returning 0.5k pointer for 2k block will be returned. അതായത് നമ്മൾ സൈസ് നമുക്ക് വന്നേക്കുന്ന റിക്വസ്റ്റ് 2k ആയിരുന്നു. അപ്പോൾ ഈ തന്നേക്കുന്ന ഇത്രയും 1k 3k 7k 2.5k 5k ഇത്രയും ബ്ലോക്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ബെസ്റ്റ് സ്യൂട്ടബിൾ ഏതാണ് 2.5k എടുക്കുന്നത്. അവിടെ എടുക്കുമ്പോൾ മിനിമം ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 0.5 വരുന്നുള്ളൂ. അങ്ങനെ നോക്കിയാണ് ബെസ്റ്റ് ഫിറ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വേഴ്സ് ഫിറ്റ് ആണ്. വേഴ്സ് ഫിറ്റിൻ്റെ അകത്ത് ദ വേഴ്സ് ഫിറ്റ് മെമ്മറി ഈസ് ഓപ്പോസിറ്റ് ടു ബെസ്റ്റ് ഫിറ്റ്. This policy allocates the process to the largest available free block of memory. This leads to the elimination of all large blocks of memory. Thus, the request of the process for large memory cannot be met. അപ്പം നമ്മൾ വേഴ്സ് ഫിറ്റിൽ സ്മോളസ്റ്റ് സ്യൂട്ടബിൾ മെമ്മറിയിലായിരുന്നു പ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ലാർജസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിയിലായിരിക്കും വേഴ്സ് ഫിറ്റിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലാർജ് സൈസുള്ള ബ്ലോക്ക്സ് എല്ലാം മെമ്മറിയിൽ ഓക്യുപ്പൈഡ് ആയി കഴിയും. അപ്പോൾ പിന്നീട് വരുന്ന റിക്വസ്റ്റുകളെയൊന്നും നമുക്ക് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2k എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ റിക്വസ്റ്റ്. 7k ഉണ്ട്, 5k ഉണ്ട്, 2k ഉണ്ട്, 3k ഉണ്ട്. ഇത്രയും അവൈലബിൾ ബ്ലോക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2k നമ്മൾ ഏറ്റവും വലിയ ബ്ലോക്ക് അതായത് 7kയിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ മാക്സിമം ആണ്, അതായത് 5k വരും. 5k റിമൈനിങ് ഫ്രീ ബ്ലോക്ക് ആയിട്ട് വരും. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിപ്പം എന്തെങ്കിലും ഒരു വലിയൊരു 8k അങ്ങനെ വല്ല ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ റിക്വസ്റ്റിനെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു കുഴപ്പം ഈ വേഴ്സ് ഫിറ്റിനുണ്ട്. ഇനി നെക്സ്റ്റ് ഫിറ്റിൻ്റെ അകത്ത് ദ നെക്സ്റ്റ് ഫിറ്റ് ട്രൈസ് ടു അഡ്രസ് ദിസ് പ്രോബ്ലം ബൈ സ്റ്റാർട്ടിംഗ് സെർച്ച് ഫോർ ദ ഫ്രീ പൊസിഷൻ ഓഫ് പാത്സ് നോട്ട് ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഓഫ് മെമ്മറി ബട്ട് ഫ്രം വെയർ ഇറ്റ് എൻഡ് ലാസ്റ്റ് ടൈം. അപ്പോൾ നെക്സ്റ്റ് ഫിറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഫിറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഡയറക്റ്റ്ലി ന്യൂമെറിക്കലിലേക്ക് പോവാം. അപ്പം ഇതിൽ ആക്ച്വലി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും വേഴ്സ് ഫിറ്റും ആണ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഫിറ്റ് അങ്ങനെ ചോദിക്കാറില്ല. ജസ്റ്റ് ഫോർ എൻ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു ന്യൂമെറിക്കൽ നോക്കാം. ലെറ്റ്സ് ടേക്ക് എൻ ഇനിഷ്യൽ മെമ്മറി. അപ്പം നമ്മളുടെ മെമ്മറി ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ് തന്നേക്കുന്നത് 0 to 150. അപ്പോൾ അവിടെ 150k ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ഉണ്ട്. പിന്നെ 150 to 200 ആകുമ്പോഴത്തേക്ക് അവിടെ 50k സൈസുള്ള മെമ്മറി ഉണ്ട്. 200 to 300 100k, 300 to 400 100k, 400 to 500 100k സൈസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ മെമ്മറി. ഇനി വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഡു ദ ഫോളോയിങ് തിങ്സ് വിത്ത് ഫസ്റ്റ് ഫിറ്റ് അപ്രോച്ച് ആൻഡ് ഷോ ദ മെമ്മറി സ്റ്റാറ്റസ്. ഇപ്പോൾ ഫസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് നമ്മൾ ഈ റിക്വസ്റ്റുകളെ അലോക്കേറ്റ് ചെയ്തിട്ട് മെമ്മറി സ്റ്റാറ്റസ് എന്താണെന്ന് കാണിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അലോക്കേറ്റ് പ്രോസസ് C ഓഫ് സൈസ് 90k. ഓക്കെ, സോ ഫസ്റ്റ് ഫിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിയിലേക്ക് നമ്മളുടെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യണം. അതായത് റിക്വസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് 90k ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ 0 to 150 150k ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ആൻഡ് ഇറ്റ് ക്യാൻ ഹോൾഡ് ദിസ് 90k ടു. സോ വി വിൽ പ്ലേസ് 90k ടു ദാറ്റ് ഫസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്യും, കണ്ടോ? ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ 90k നമ്മൾ ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി that can hold this 90k of memory അവിടേക്ക് നമ്മൾ നമ്മളുടെ 90k എടുത്ത് വെക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 0 to 150, അപ്പോൾ അവിടെ 150k സൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 90k നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാക്കി റിമൈനിങ് 60k എന്താക്കും? ഇതാ കണ്ടോ, റിമൈനിങ് 60k എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ബ്ലോക്കായിട്ടിടും. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലോക്കേറ്റ് പ്രോസസ് D ഓഫ് സൈസ് 70k. അപ്പോൾ ഇനി നമ്മളിപ്പം ഫസ്റ്റ് നമ്മളുടെ ഫസ്റ്റ് 150kയുടെ ഈ ബ്ലോക്കിലേക്ക് നമ്മൾ 90k വെച്ചു.
90K ഓൾറെഡി വെച്ചു, അവിടെ നമ്മൾ ഡാഷ്ഡ് ലൈൻ കൊടുക്കും, ഒക്യുപ്പൈഡായി. എന്നിട്ട് ബാക്കി 60K ഇവിടെ ഉണ്ട്. 60K ആണ് ഇവിടെ ഇനിയുള്ള സൈസ്. നമ്മുടെ പ്രോസസ്സ് ഇപ്പോൾ വന്നേക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് 70K ആണ്. അപ്പോൾ ഇനി ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി, ഇത്രയും ഇതിൽ ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ദിസ് പ്രോസസ് ഓഫ് സൈസ് 70K എന്ന് പറയുന്നത് ഇവിടെ ഇനി 60, ഇവിടെ എന്ന് പറയുന്നത് ഇനി 60K ഉള്ളൂ, അവിടെ പറ്റില്ല. ഇവിടെ എന്ന് പറയുന്നത് 50K ഉള്ളൂ, അവിടെയും പറ്റില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ 100K ഉണ്ട്, അപ്പം അവിടെ പറ്റും. ഇതാണ് ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ആ പ്രോസസ് ഓഫ് സൈസ് 70K. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നമ്മൾ 70Kയുടെ പ്രോസസ്സ് എടുത്ത് വെക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മൾ പ്രോസസ്സിന് 70Kയുടെ പ്രോസസ്സിന് നമ്മളിതാ 200 to 300 എന്ന് പറയുന്ന 100K സൈസുള്ള മെമ്മറിയിലേക്ക് നമ്മൾ 70K പ്രോസസ്സിന് ഇവിടെ വെച്ചിട്ട് ബാക്കി 30K, 100ൽ 70 പോയ ബാക്കി 30K ഫ്രീ ബ്ലോക്കായിട്ട് വിട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഫിറ്റ് അപ്രോച്ച് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് give 5 memory partitions, given 5 memory partitions of 100 KB, 500 KB, 200 KB, 300 KB and 600 KB in order. അപ്പോൾ കാണാമല്ലോ, ഇതാണ് നമ്മളുടെ മെമ്മറി പാർട്ടീഷൻസ് 100, 500, 200, 300, 600. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് how would the first fit and best fit algorithm place process of 212 KB, 417 KB, 112 KB, 426 KB in order, which algorithm makes the most efficient use of memory. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റ് അപ്രോച്ചും വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ വിൽ സി. ആദ്യമേ നമ്മൾ ഫസ്റ്റ് ഫിറ്റ് അപ്രോച്ച് വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഫിറ്റ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ വന്നേക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്, 212 KB ആണ് നമുക്ക് ആദ്യം വന്നേക്കുന്ന പ്രോസസ്സ്. അപ്പം ഈ ഇത്രയും നമ്മുടെ മെമ്മറി ലൊക്കേഷൻസിൽ ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് അവർ 212 KB റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, 100ൽ പറ്റില്ല, 100 ഉള്ളൂ, ഇവിടെ 212 ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് 500 KB. ഓക്കെ, അപ്പോൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഹിയർ 212 KB is put in 500K partition, remaining 282 KB is added to the free block. അപ്പോൾ നമ്മളിവിടെ 212 KB ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 500 KB ഫ്രീ ബ്ലോക്കിൻ്റെ അകത്ത് 212 KB ആഡ് ചെയ്തിട്ട് ബാക്കി 288 എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ബ്ലോക്കായിട്ട് വെച്ചു. അതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിന് അങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നേക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് 417 KB ആണ്. അപ്പോൾ 417 KB നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്തു, 417 എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഇവിടെ 212 അക്കോമഡേറ്റ് ചെയ്തു, ബാക്കി 288 ഉണ്ട്. പിന്നെ ഇവിടെ 100 ഇവിടെയും പറ്റില്ല, 417 ഇവിടെ 200 ഇവിടെയും പറ്റില്ല, 300ലും പറ്റില്ല. അപ്പോൾ ഇതാ ഇവിടെ ഇതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് 417 KB എന്ന് പറയുന്നത് ഈ ഒരു മെമ്മറി പാർട്ടീഷനാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് നമ്മളുടെ 417 KBയെ അക്കോമഡേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ കണ്ടോ, 417 KBയെ നമ്മളുടെ 600 KB മെമ്മറി പാർട്ടീഷനിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് ബാക്കി 183 KB ഫ്രീ ബ്ലോക്കായിട്ട് വിട്ടു. ഇനി നെക്സ്റ്റ് വന്നേക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് 112 KB ആണ്. അപ്പോൾ 112 KB അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കി 100 ഇവിടെ പറ്റില്ല, ഇവിടെ ഒരു ബാലൻസ് 288 ഫ്രീ ബ്ലോക്ക് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമുക്ക് 112 അക്കോമഡേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് സി. അപ്പോൾ ഇതാ നമ്മൾ ആ 288 KB ഇവിടെ ഫ്രീ ആയിട്ട് കിടന്നതിലോട്ട് നമ്മൾ 112 KB അക്കോമഡേറ്റ് ചെയ്തിട്ട് ബാലൻസ് 176 KB നമ്മൾ ഫ്രീ ബ്ലോക്കായിട്ട് വിട്ടു. അങ്ങനെ ആ പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് 426 KB ആണ്. 426 KB നമ്മൾ ഇനി ഇവിടെ പറ്റില്ല, ഇവിടെ ബാലൻസ് 176 ഉള്ളൂ, 200ൽ പറ്റില്ല, 300ലും പറ്റില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി 417 വെച്ച് കഴിഞ്ഞു, ബാലൻസ് കുറച്ചേ ഉള്ളൂ, അവിടെയും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി 426 KB നമുക്ക് ഏതെങ്കിലും മെമ്മറിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? നോ. സോ
ഹിയർ നമ്മളിതാ നോക്കുക, 4 ഇവിടെ നമ്മൾ 212 വെച്ചു, 112 വെച്ചു, 417 വെച്ചു. ഇനി ബാക്കി നമുക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് 426 KB മസ്റ്റ് വെയിറ്റ് ഫോർ ഫ്രീ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സെൻറ്റൻസും കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫിറ്റ് വെച്ച് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബെസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് ഇതേ സെയിം പ്രോസസ്സ് നമ്മളെങ്ങനെ അലോക്കേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് വരുന്നത് ഏതാണ്? 212 KB ആണ്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫിറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? സ്മോളസ്റ്റ് അവൈലബിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് അവർ ക്യാൻ സാറ്റിസ്ഫൈ അവർ റിക്വസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ 212 KB ആണ്. അപ്പം ഫസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ദിസ് 212 KB, ദാറ്റ് ഇസ് ഓൾസോ സ്മോളസ്റ്റ് ബ്ലോക്ക്. ഓക്കെ, സ്മോളസ്റ്റ് ബ്ലോക്ക് ആയിരിക്കണം വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ അവർ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേതാണ്? ഓക്കെ, അപ്പോൾ ഇതിൽ ഏതുണ്ട്? ആദ്യമേ 100 KB, പിന്നെ 500 KB ഉണ്ട്. അവിടെ 212 നമുക്ക് വെക്കാൻ പറ്റും അല്ലേ? പിന്നെ 200 KB പറ്റില്ല. പിന്നെ 300 KB പറ്റും, 600 പറ്റും. അപ്പം നമുക്കിതാ ഈ ബ്ലോക്കിലും നമുക്ക് 212 KB അക്കോമഡേറ്റ് ചെയ്യാം. ബട്ട് ഇതിൽ ഇത്രയും ഈ 3 ബ്ലോക്കിലും ഏതാണ് സ്മോളസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് അവർ റിക്വസ്റ്റ്? ദാറ്റ് ഇസ് 300 KB ബ്ലോക്ക്. സോ നമ്മൾ 212 KBനെ 300 KB ബ്ലോക്കിലാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സി. സോ നമ്മൾ ആദ്യമേ നമ്മളുടെ 212 KB നമ്മൾ ആ 300 Kയുടെ പാർട്ടീഷനിൽ വെച്ചു. ഇപ്പോൾ 212 നമ്മളിവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാലൻസ് 88 KB എന്ന് പറയുന്നത് ഫ്രീ ബ്ലോക്കായിട്ട് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞു, ആ പ്രോസസ്സിൻ്റെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് 417 KB ആണ്. 417 KB ഇനി ഇവിടെ 100 ഉണ്ട്, ഇവിടെ 500 ഉണ്ട്, ഇവിടെ 200 ഉണ്ട്, ഇവിടെ ബാലൻസ് 88 ഉണ്ട്, ഇവിടെ 600 ഉണ്ട്. അപ്പം ഇതിൽ ഇത്രയും 417 KB എവിടെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം? ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. കാരണം ഇവിടെ 500 ഫ്രീ ബ്ലോക്ക് ഉണ്ട്, 500 സൈസ് ഉണ്ട്. ഇവിടെ പറ്റില്ല, ഇവിടെ എത്രയാണ്? 200 ഉള്ളൂ. പിന്നെ ഇവിടെയും പറ്റില്ല, ഇവിടെയും പറ്റില്ല. ഇവിടെ എന്ന് പറയുന്നത് 600 ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 417നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇവിടെയും പറ്റും, ഇവിടെയും പറ്റും. ഇവിടെ 500ഉം ഇവിടെ 600ഉം ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണ് ബെറ്റർ? ദാറ്റ് ഇസ് സ്മോളസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് അവർ റിക്വസ്റ്റ് ഓഫ് സൈസ് 417 KB. ഒബ്വിയസ്ലി നമ്മൾ 500 K പാർട്ടീഷൻ. അപ്പോൾ നമ്മൾ 500 K പാർട്ടീഷനിൽ 417 K വെച്ചു. ആൻഡ് ദ റിമൈനിങ് 83 K എന്ന് പറയുന്നത് ഫ്രീ ബ്ലോക്കായിട്ട് വിട്ടു. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് 112 K ആണ്. അപ്പോൾ ഇവിടെ ഇനി ഇവിടെ 100 സൈസിൻ്റെ ഒരു പാർട്ടീഷനുണ്ട്, ഇവിടെ 88 ഉണ്ട്, ഇവിടെ 200ൻ്റെ ഉണ്ട്, ഇവിടെ 88 ഉണ്ട്, ഇവിടെ 600 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിലൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ 112 K എന്ന് പറയുന്നത് ഇവിടെയും പറ്റും, ഇവിടെയും പറ്റും. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ സ്മോൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ആ റിക്വസ്റ്റ്? ഒബ്വിയസ്ലി 200. അപ്പോൾ നമ്മൾ ആ പാർട്ടീഷനിലേക്ക് നമ്മളുടെ പ്രോസസ്സിനെ വെക്കുക. അപ്പോൾ 112 KB നമ്മളുടെ 600 800 200 K പാർട്ടീഷനിൽ വെച്ചിട്ട് ബാലൻസ് 88 KB ഫ്രീ ആക്കി. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് 426 KBയുടെയാണ് റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഫ്രീ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഫ്രീ ബ്ലോക്ക് ഏതൊക്കെയാണ്? ഇവിടെ 100 K ഉണ്ട്, ഇവിടെ 83 ഉണ്ട്, ഇവിടെ 88 ഉണ്ട്, ഇവിടെ 88 ഉണ്ട്, ഇവിടെ ഒരു 600 Kയുടെ പാർട്ടീഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഈ 426 KB വെക്കാൻ പറ്റുന്ന ഈ ഒരു പോർഷനിൽ മാത്രമാണ്. അതാണ് നമ്മളുടെ സ്യൂട്ടബിൾ ബ്ലോക്ക് ടു അക്കോമഡേറ്റ് അവർ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ 426നെ അവിടെ വെച്ചിട്ട് ബാക്കി 74 KB എന്ന് പറയുന്നത് ഫ്രീ ആക്കി. അപ്പോൾ ബെസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? സോ വിച്ച് വാസ് ദ ബെസ്റ്റ് suitable algorithm
that made the most efficient use of memory എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ that was another sub part of the question, that is which algorithm makes the most efficient use of memory. So ഏതാണ് ബെസ്റ്റ് ഫിറ്റ്. ആ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി. ബട്ട് ഫസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോസസ്സും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് വന്ന റിക്വസ്റ്റ് 426 KB എന്ന് പറയുന്നത് നമുക്കിതാ ഇവിടെ ഇറ്റ് ഷുഡ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് പോയത്. കാരണം നമുക്ക് അവിടെ സ്പേസ് ഇല്ലായിരുന്നു അലോക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, so I hope everyone understood this video, and thank you. We'll continue in the next videos.